സാലിസ് പ്ലേറ്റിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചെറിയൊരു തിരക്കൊക്കെ ഉള്ളതും കൊണ്ട് വീഡിയോ ഒരു ദിവസം ഒന്ന് താമസിച്ചു കേട്ടോ, സോറി. ഇപ്പം എവിടെ നോക്കിയാലും എന്തേ ഈ ഫിഫ 2026 എനിക്ക് ക്രേസ് ഉണ്ട് കേട്ടോ, പക്ഷേ കാണാനിരിക്കാൻ നേരമില്ല. നാട്ടിൽ വന്നാലുള്ള തിരക്ക് നിങ്ങൾക്കറിയാലോ. അപ്പോൾ ഇത് എൻജോയ് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഇത് നല്ലപോലെ എൻജോയ് ചെയ്യുന്നത് ഭയങ്കര താല്പര്യമുണ്ട്. ഈ റോഡിൻ്റെ ഏത് സൈഡിൽ കൂടെ നമ്മൾ നടന്നാലും ഇങ്ങനത്തെ ഉള്ള കാര്യങ്ങളും അതുപോലെ തന്നെ ടി വിയിലിടുന്നുണ്ടെങ്കിലും യൂട്യൂബിലെങ്കിലൊക്കെ കാണുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഈ ഫുട്ബോൾ പ്രേമികൾക്ക്, അതായത് നിങ്ങൾക്കറിയാലോ, ലോകത്തിൽ 90% ആൾക്കാരും ഇഷ്ടപ്പെടുന്നതും കാണാൻ ആഗ്രഹിക്കുന്നതും ഈ നമ്മുടെ ഈ ഫുട്ബോൾ എന്ന് പറയുന്നതാണ്. ഏറ്റവും കൂടുതൽ ആൾക്കാർ കാണുന്ന ഒരു കളിയാണ് ഫുട്ബോൾ. അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്ക് തോന്നി എൻ്റെ പോലെ തന്നെ നിങ്ങൾക്ക് ഇതിന് ക്രേസ് ഉള്ളവരൊന്ന് കണ്ടോട്ടെ എന്ന് ഓർത്തേച്ചാണ്. ഈവൻ പ്രായമുള്ളവർക്കും കൊച്ചു പിള്ളേർക്കും യങ്സ്റ്റേഴ്സിനും എല്ലാം ഒരുപോലെ എനിക്ക് അങ്ങനെ തലയ്ക്ക് മത്ത് പിടിക്കുന്ന ഒരു സംഭവമാണ് ഈ ഫുട്ബോൾ. ഫുട്ബോൾ എന്നല്ല, ഏതൊരു കളി കാണാനായിട്ട് നമ്മൾ ഇരിക്കുമ്പോഴും നമ്മൾ വേറെ പ്രത്യേകിച്ച് അങ്ങനെ ഒരാളുടെ പക്ഷമൊന്നും ഇല്ലെന്നുണ്ടെങ്കിലും കളി കാണാനിരിക്കുമ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു പക്ഷത്തേക്ക് ചേരും. അതിപ്പോൾ ക്രേസ് ഉള്ളവർ അതിൽ തന്നെ നിൽക്കുള്ളൂ. ക്രേസ് ഇല്ലാത്തവരുണ്ടെന്നുണ്ടെങ്കിലും ചെന്ന് കഴിഞ്ഞ് ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ നമ്മൾ ഒരു സൈഡിലേക്ക് ചരിയും. എൻ്റെയൊക്കെ സ്വഭാവം അങ്ങനെയാണ്. അറിയാൻ പാടില്ലാത്ത കളിയാണെങ്കിലും ഒരാളുടെ ഒരു ടീമിൻ്റെ അകത്തേക്ക് അങ്ങ് നമ്മളങ്ങ് അവരുടേതായിട്ടങ്ങ് മാറും. നാട്ടിലൊക്കെ നല്ല മഴയാണ്. നമ്മളുടെ നാട്ടിൽ നിന്ന് ഒന്നും കളിക്കണില്ലെങ്കിൽ പോലും മറ്റുള്ള രാജ്യക്കാരാണ് കളിക്കണമെന്നുണ്ടെങ്കിൽ പോലും ഓരോരുത്തർക്കും ആ ക്രേസാണ്. ഓരോ രാജ്യത്തിലേക്ക് നമ്മളങ്ങ് ദത്തെടുത്തേക്കാണ് ഇവിടെ നാട്ടിലൊന്നും ശരിക്കും പ്രത്യേകിച്ചും കേരളത്തിലൊന്നും കാണേണ്ടത് തന്നെയാണ്. ചെളിവെള്ളത്തിൽ കിടന്നും പുഴയിൽ കിടന്നും നദിയിൽ കിടന്നും ഇത്തിരി വെള്ളം ഉണ്ടെങ്കിൽ എല്ലാത്തിലും കിടന്ന് മാറിഞ്ഞ് ഫുട്ബോൾ കളിയോട് കളി. ഇത് എൻ്റെ ഒരു കസിൻ്റെ വീടാണ് കേട്ടോ. പുള്ളി ഒരു ഭയങ്കര ഈ ബ്രസീൽ ഫുട്ബോളിൻ്റെ ആരാധകനാണ്. അതിന് വേണ്ടി ആ സപ്പോർട്ട് കാണിക്കാൻ വേണ്ടി പുള്ളി ഇവിടെ ചെയ്തിട്ടേക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടോ? അതെ, മുകളിൽ വലിയ ഫ്ലാഗ് ഇരിക്കണുണ്ടോ? വീടിൻ്റെ ഓട് വരെ ഗ്രീൻ അടിച്ച് എല്ലാം അവരുടെ ആ ഇതിൻ്റെ കളറിലേക്ക് മാറ്റി പുള്ളിക്കാരൻ. ഞാനൊന്ന് നിങ്ങളിങ്ങനെ അങ്ങ് കാണിച്ചു തരാം കേട്ടോ. ഈ വീട് നിങ്ങൾ ശരിക്കും ശ്രദ്ധിച്ചു. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഒരു വ്യക്തി ഈ രാജ്യത്തിന് എന്തോരം സ്നേഹിക്കുന്നുണ്ട്, പ്രത്യേകിച്ചും ഈ ഫുട്ബോളിനെ എത്ര സ്നേഹിക്കുന്നുണ്ട്, ബ്രസീലിനെ എത്ര സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം ക്രൈസ് എന്നൊക്കെ പറഞ്ഞാൽ ഇതാണ്. കംപ്ലീറ്റ് ആ വീട് ഇങ്ങനെ മാറ്റി വെച്ചേക്കണത്. നമ്മൾ കയറുമ്പോൾ തുടങ്ങിയ ഈ കളറിൽ ഇതാണ് ഒരു ഫുട്ബോൾ ആദ്യം കാണാം. ഇത് ഗേറ്റിൻ്റെ അവിടെയാണ് ഞാൻ നിൽക്കുന്നത്. അവിടെ നിന്ന് ഇങ്ങനെ ഓരോ പ്ലേയേഴ്സിൻ്റെയും ഫോട്ടോ ഇങ്ങനെ ഒട്ടിച്ച് വെച്ചേക്കാണ്. കംപ്ലീറ്റ് ഈ പെയിൻറ്റുകളൊക്കെ ഇപ്പോൾ ഇതിന് വേണ്ടിയിട്ട് പുതിയതായിട്ട് കംപ്ലീറ്റ് അടിച്ചേക്കുന്നതാണ്. എൻ്റെ കൂടെ പോകുന്നവരുടെ ക്ഷമ പരിശോധിക്കരുതല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ വളരെ പെട്ടെന്ന് അങ്ങെടുത്ത് പാടിയത്. നമ്മൾ വീടിൻ്റെ എൻട്രൻസിൻ്റെ അവിടെയാണ്. താഴെ ഒരു ഫുട്ബോളിൻ്റെതുണ്ട്. പിന്നെ ഓരോരുത്തരുടെയും കണ്ടോ പിക്ചറുകൾ ഇവിടെ നമുക്ക് കാണാം. അതായത് ആ ബ്രസീലിന് വേണ്ടി കളിക്കുന്ന എല്ലാ പ്ലെയേഴ്സിൻ്റെയും ഇത് കാണാം. അതിൻ്റെ കൂട്ടത്തിൽ ഫുട്ബോൾ കപ്പ് എല്ലാ കൂട്ടം കാണാം കേട്ടോ. ഇനി എന്തേ ഒരു കൂട്ടം ഇത് കഴിഞ്ഞിട്ടില്ല. ഈ രണ്ട് മതിലിൻ്റെയും എൻഡിൽ വരെ ഇതൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് കൂടാതെ കൊണ്ട് വേറൊരു ഫ്ലക്സ് എൻ്റെ ബാക്കിൽ നിങ്ങൾക്ക് കാണാം. ബ്രസീൽ എന്ന് എഴുതിയിട്ട് കളിക്കുന്ന എല്ലാ ആൾക്കാരെയും കാണിച്ചു തരാം. അത് ചെടി നിൽക്കണോണ്ട് എനിക്ക് കൃത്യമായിട്ട് അങ്ങോട്ട് ക്ലിയറായിട്ട് കിട്ടിയിട്ടില്ല. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് അറിയാവുന്നവർക്ക് ശരിക്കും മനസ്സിലാവും കണ്ടു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ. അപ്പോൾ അതുവഴി ഇങ്ങനെ പാസ് ചെയ്ത് പോയി ഇങ്ങനെ ഒരു കാര്യം കൂടി കണ്ടു കഴിഞ്ഞപ്പോൾ ഞാനോർത്തു ഇതൊക്കെയാണല്ലോ നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ട കാര്യമെന്ന് പറയുന്നത്. അങ്ങനെയാണ് പെട്ടെന്നൊരു വീഡിയോ എടുത്തിട്ട് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണത്. നാട്ടിൽ മഴയുടെ സമയമാണല്ലോ ഇപ്പോൾ. മഴ മാത്രമല്ല കേട്ടോ, നല്ല ചൂടുമുണ്ട്. പക്ഷേ ആ മഴയത്ത് ഈ പിള്ളേർ അവിടെ കിടന്ന് കളിക്കുന്നത് കാണാനാണ് ഏറ്റവും രസം. പോയ വഴികളിൽ അടുത്തത് ഇത് കണ്ടോ, പോർച്ചുഗലിൻ്റെ അടുത്ത് കാണിച്ചിട്ടുണ്ട്. ഇത് വേറെ എങ്ങുമല്ല, ഇത് ഞങ്ങളുടെ തിരുവല്ലാകുന്നിൽ ചാപ്പലിൻ്റെ ഞങ്ങളുടെ പള്ളിയുടെ മുമ്പിൽ തന്നെ വെച്ചേക്കണ ഒരു ഇതാണ്. ഇത് കാണാണ്ട് പള്ളിയിലേക്ക് കയറ്റി അവർ വിടില്ല. ഇത് കണ്ടേ പറ്റും എല്ലാവരും. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഫിഫ 2026 നിങ്ങൾക്ക് ആഗ്രഹിക്കണവരൊക്കെ ജയിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവർക്കും ഉണ്ടാവുമല്ലോ ഓരോ പ്രാർത്ഥന. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ ഫ്രം സാലിസ് പ്ലേറ്റ്.